ഹായ് ഓൾ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ പ്രൈസ് ഓഫ് 2 കിലോഗ്രാം ഓഫ് ഓറഞ്ച് ആൻഡ് 3 കിലോഗ്രാം. അപ്പൊ നമുക്ക് എന്തൊക്കെയുണ്ട്? ഓറഞ്ചും ആപ്പിൾ ആണ് ഉള്ളത് അല്ലെ. അവിടെ 2 കിലോ ഓറഞ്ചും 3 കിലോ ആപ്പിളും കൂടി ചേർത്ത് 520 520 rupees ഉണ്ട്. ദ പ്രൈസ് ഓഫ് 3 കിലോഗ്രാം ഓഫ് ഓറഞ്ചും 2 കിലോഗ്രാം ഓഫ് ആപ്പിളും ഫോർ 80 rupees ഉണ്ട്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? അപ്പൊ രണ്ടുപേരും നമ്മൾ പ്രൈസ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് രണ്ടുപേരുണ്ടല്ലോ. അപ്പൊ ഒരാൾക്ക് എക്സ് കൊടുക്കാം, ഒരാൾക്ക് വൈ കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പം പ്രൈസ് ഓഫ് ഓറഞ്ച് എന്ന് പറയുന്നത് എക്സ് ആയിട്ടും അതേപോലെ തന്നെ പ്രൈസ് ഓഫ് ആപ്പിൾ എന്ന് പറയുന്നത് വൈ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഫസ്റ്റിൽ എന്താ പറയുന്നത്? 2 കിലോ ഓറഞ്ച്. അപ്പൊ 1 കിലോന് എക്സ് ആണെങ്കിൽ 2 കിലോന് 2x കിട്ടി അല്ലെ. അതേപോലെ തന്നെ 3 കിലോഗ്രാം ആപ്പിളാ, 1 കിലോഗ്രാമിന് വൈയാ. അപ്പൊ 3 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 3y. രണ്ടും കൂടി ചേർത്തിട്ട് 520. അപ്പൊ നമുക്ക് ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഇതേപോലെ തന്നെ അടുത്തത് കിട്ടൂലോ. 3 കിലോഗ്രാം ഓറഞ്ച്. സോ 3 കിലോഗ്രാം ഓറഞ്ച്, 2 കിലോഗ്രാം ആപ്പിള്, 2 കിലോഗ്രാം ആപ്പിള് 480 rupees നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടുത്തെ കേസിലെ എക്സിന്റെ കോഎഫിഷ്യന്റും സെയിം അല്ല, വൈന്റെ കോഎഫിഷ്യന്റും സെയിം അല്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈക്വൽ ആക്കണം അല്ലെ. ഈക്വൽ ആക്കാനായിട്ട് ഒന്നില്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കാം. എയ്തർ എക്സുകളെ സെയിം ആക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈകളെ സെയിം ആക്കാം. ഇപ്പൊ ഇവിടെ ഞാൻ എക്സിനെ ആണെന്ന് ജസ്റ്റ് സെയിം ആക്കാനായിട്ട് പോണേട്ടാ. ഇവിടെ എക്സ് എന്താ? 2x, ഇവിടെയോ 3x. രണ്ടും സെയിം ആക്കാനായിട്ട് അവരുടെ LCM ഏതാ? 6 അല്ലെ. അപ്പൊ എനിക്ക് 2xനെ 6x ആക്കണം, അതേപോലെ തന്നെ 3xനെ 6x ആക്കണം. അതിന് എന്ത് ചെയ്യണം? ഇക്വേഷൻ നമ്പർ 1നെ നമ്മൾ ജസ്റ്റ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ. അതേപോലെ തന്നെ ഇക്വേഷൻ നമ്പർ 2നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ പോവാ. അപ്പൊ നമുക്ക് കംപ്ലീറ്റ്ലി 6x ആയിട്ട് കിട്ടൂലോ അതിനെ. അപ്പൊ നമുക്ക് നോക്കി ചെയ്ത് നോക്കാലോ. ആദ്യത്തെ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 2 into 3. അപ്പൊ ആദ്യത്തത് 6x പ്ലസ് 3 into 3 ചെയ്യുമ്പോ എല്ലാവരും ചെയ്യണേ. അപ്പൊ 3 into 3 9y which is equal to 520 into 3 ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 1560 കിട്ടും. ഇതേപോലെ ഇക്വേഷൻ നമ്പർ 2 എടുക്കും. നമുക്ക് ഇതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 3x into 2 വരുമ്പോ 6x അവിടെ കിട്ടി, പ്ലസ് 2 into 2 ചെയ്തപ്പോ 2y 4y കിട്ടി. 4y ആണ്. which is equal to 480 into 2 ചെയ്യാം. 960 കിട്ടും. കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ നമ്മൾ എക്സുകൾ സെയിം ആക്കി അല്ലേ. അപ്പൊ നമുക്കിനി അത് മൈനസ് ചെയ്ത് കളയാം. അപ്പൊ ഇത് എന്തായി മാറി? 0 ആയി മാറി. 9yൽ നിന്ന് 4y പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 5y which is equal to, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാ? 600 കിട്ടി. അപ്പൊ 5y എന്ന് പറയുന്നത് നമുക്ക് 600 കിട്ടി. എങ്കിൽ y എന്ന് പറയുന്നതോ 600 ഡിവൈഡഡ് ബൈ 5 ചെയ്യാം. അപ്പം ഡിവൈഡ് ചെയ്തപ്പോ നമുക്ക് എത്ര കിട്ടി? 120 കിട്ടി. അപ്പൊ ഒരു കാര്യം കിട്ടി, y കിട്ടി എന്ന് പറഞ്ഞാൽ ആപ്പിളിന്റെ റേറ്റ് നമുക്ക് കിട്ടിയേക്കപ്പോ 120 എന്ന് പറയുന്നത് അല്ലെ. ഏതെങ്കിലും ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതില് ഓറഞ്ചിന്റെ പ്രൈസ് കിട്ടും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ തന്നെ എടുക്കാലോ. 2x plus 3y equal to 520. സെക്കൻഡ് ഇക്വേഷൻ എടുത്ത് വെച്ചിട്ട് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ 2x plus 3 into y അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 3 into 120 equal to 520. അപ്പൊ 2x പ്ലസ് 1220 into 3 എത്ര കിട്ടി? 360 equal to 520. അവിടെ നിന്ന് 2x equal to 520 മൈനസ് 360 ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 160 കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ? 2x അപ്പൊ 160 അല്ല കിട്ടിയത് ഇപ്പൊ. അപ്പൊ x ഈക്വൽ ടു 160 ഡിവൈഡഡ് ബൈ 2 ചെയ്യാം, which is equal to 80 കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ ഓറഞ്ചിന്റെ പ്രൈസ് ആയ എക്സ് കിട്ടി. അപ്പൊ ഓറഞ്ചിന്റെ പ്രൈസ് എക്സ് ആയിരുന്നു. ആ എക്സ് 80 ആണെന്നും 1 കിലോ ആപ്പിളിന്റെ റേറ്റ് y ആണെന്നും ആ y നമുക്ക് ഇപ്പൊ എത്രയാണെന്ന് കിട്ടി? 120 ആണെന്നും കിട്ടി. അടുത്ത നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് a wire 1 meter long is cut into 2 pieces. അപ്പൊ എന്ത് ചെയ്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാല് 1 മീറ്റർ നീളമുള്ള വയർ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ? 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 മീറ്റർ ഈക്വൽ ടു 100 സെന്റിമീറ്റർ. ഇതിന് എന്ത് ചെയ്തെന്ന് അറിയോ? കട്ട് ചെയ്തു. എങ്ങനെ? ഹാഫ് ആയിട്ടാണോ? എങ്ങനെ കട്ട് ചെയ്തതെന്ന് നമുക്കറിയില്ല. എവിടെയോ വെച്ച് കട്ട് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്തേക്കണേ?
ഒരു പീസ് എടുത്തിട്ട് സ്ക്വയർ ഉണ്ടാക്കി. അപ്പൊ തൽക്കാലത്തേക്ക് ഈ ആദ്യത്തെ പീസും രണ്ടാമത്തെ പീസും ആക്കി അതിൽ ആദ്യത്തെ പീസ് എടുത്തിട്ട് സ്ക്വയർ ഉണ്ടാക്കി, രണ്ടാമത്തെ പീസ് എടുത്തിട്ട് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കി. എന്നിട്ട് അവർ എന്താ പറഞ്ഞേക്കുന്നത്? 3 times the side of the square and 2 times the side of the equilateral triangle make 71 centimeter. What are the length of the pieces? നമുക്ക് എന്ത് വേണം? ലെങ്ത് ഓഫ് ദ പീസസ് വേണം അല്ലെ. ഇപ്പൊ ഈ കേസിൽ നമുക്ക് അവിടെ അവര് ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടല്ലേ, 3 മടങ്ങ്, ഇതിന്റെ സ്ക്വയറിന്റെ സൈഡിന്റെ 3 മടങ്ങും ഈക്വലേറ്റർ ട്രയാങ്കിളിന്റെ സൈഡിന്റെ 2 മടങ്ങും കൂടി ചേർന്നാൽ 71 സെന്റിമീറ്റർ. അപ്പോഴേ സ്ക്വയറും ഒരു പീസ് എടുത്തിട്ട് എന്ത് ചെയ്തു? സ്ക്വയർ ഉണ്ടാക്കി. അടുത്ത പീസോ ഈക്വലേറ്റർ ട്രയാങ്കിൾ ഉണ്ടാക്കിയേക്കാണ്. അപ്പൊ നോക്കിയേ, ഇവിടെ പറഞ്ഞ കണ്ടീഷൻ പ്രകാരം ഇഷ്ടമുള്ള സംഭവം ലെറ്റേഴ്സ് കൊടുക്കാട്ടോ. അപ്പൊ ഞാനിപ്പോ തൽക്കാലത്തിന് സ്ക്വയറിന്റെ സൈഡ് എക്സ് ആണെന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ ഈക്വലേറ്റർ ട്രയാങ്കിളിന്റെ സൈഡ് വൈ ആയിട്ട് വിചാരിച്ചു. ഈക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡ്സ് ഈക്വൽ ആണ്. അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ വൈ എന്ന് വിളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും വൈ ആയത് അതുകൊണ്ടാട്ടോ. അപ്പൊ എന്താ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? 3 times the side of the square. അപ്പൊ നമ്മളുടെ സ്ക്വയറിന്റെ സൈഡ് എന്താ? എക്സ് ആണ് അല്ലെ. 3 times the side of the square and 2 times the side of the equilateral triangle അല്ലെ. ഈക്വലേറ്റർ ട്രയാങ്കിളിന്റെ സൈഡ് എന്താ? വൈ. അതിന്റെ 2 times എന്ന് പറഞ്ഞാൽ 3x plus 2y രണ്ടും കൂടി ചേർത്തിട്ട് 71 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ജസ്റ്റ് 71 മതി. ഓക്കെ, അപ്പൊ ഒരു ഇക്വേഷൻ കിട്ടി. എന്താണ് അത്? 3x plus 2y equal to 71 എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്തത് ആലോചിച്ച് നോക്കിയേ, ഇവര് രണ്ടുപേരും ചേർന്നാൽ എന്തായാലും ഈ 1 മീറ്റർ വള്ളി നമ്മൾ മുറിച്ചിട്ടാണ് അല്ലെ സ്ക്വയറും അതേപോലെ തന്നെ ട്രയാങ്കിളും ഉണ്ടാക്കിയേക്കണേ. അപ്പൊ ഈ സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നതും അതേപോലെ പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്താ? ചുറ്റളവ് അല്ലെ. ഇത് ഉപയോഗിച്ച് ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ് നമുക്ക് ഈ സ്ക്വയർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ള പീസ് എടുത്ത് ഉണ്ടാക്കിയതാണ് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. സ്ക്വയറിന് ഉപയോഗിച്ച വള്ളിയുടെ നീളം എത്ര എക്സുകൾ എടുത്തു നമ്മള്? 4x അല്ലെ. അതേപോലെ തന്നെ ട്രയാങ്കിൾ ഉണ്ടാക്കിയെടുത്ത വള്ളിയുടെ നീളം എത്രയാ? 3y. ശരിയല്ലേ? എത്ര വഴികളാ? 3y. ഇത് രണ്ടും കൂടി ചേർത്താൽ എന്തായാലും 1 മീറ്റർ അല്ലേ വരുള്ളൂ, അതിനപ്പുറത്തേക്ക് പോവില്ലല്ലോ. അപ്പോ നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടി കിട്ടുകയാണ്. 4x plus 3y equal to, നമ്മൾ ഇവിടെ 71 സെന്റിമീറ്റർ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ തന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ 1 മീറ്റർ അല്ല എടുക്കാൻ പോണേ, ഇതും സെന്റിമീറ്റർ ആണ് എടുക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 100 വന്നത്. ഓക്കെ അല്ലേ? നമുക്ക് 2 ഇക്വേഷൻ കിട്ടിയല്ലോ. ഇനി എന്ത് ചെയ്താൽ മതി? ഈ 2 ഇക്വേഷനും സോൾവ് ചെയ്താൽ മതി. എക്സുകളെ സെയിം ആക്കാൻ വേണമെങ്കിൽ വൈകളെ സെയിം ആക്കാം. എക്സുകളെ സെയിം ആക്കാണെങ്കിൽ 2 പേരുടെ എൽസിയം പറഞ്ഞത് 12. അപ്പൊ ആദ്യത്തെ ഇക്വേഷന്റെ 3x-നെ 12x-ലേക്ക് എത്തിക്കാൻ നോക്കാം. അതേപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷന്റെ 4x-നെ എന്തിലേക്ക് എത്തിക്കാൻ നോക്കാം? 12x-ലേക്ക് എത്തിക്കാൻ നോക്കാം. അല്ല വൈനെയാണ് സെയിം ആക്കണമെന്നുണ്ടെങ്കിലോ വൈ ഇവിടെ 2y-യും അവിടെ 3y-യും അല്ലേ. അപ്പൊ നേരത്തെ ചെയ്ത അതേ സാധനം തന്നെ. ഈ ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ ഇതിനെയോ നമുക്ക് 2 കൊണ്ടും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടുമല്ലോ. അങ്ങനെ നമുക്ക് ഓരോന്ന് ചെയ്യാം ട്ടാ. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് എന്താ കിട്ടാൻ പോണത്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 8x plus 6y equal to 200 കിട്ടി. ഈ ഇക്വേഷൻ നമുക്ക് എന്താ കിട്ടാൻ പോണേ? രണ്ടാമത്തെ ഈ 3x plus 2y equal to 71 മൾട്ടിപ്ലൈ ചെയ്യാ 9x plus 6y equal to 213. 2 ഇക്വേഷൻസ് കിട്ടിയില്ലേ? നമുക്ക് മൈനസ് ചെയ്യാം. രണ്ടും നമുക്ക് ഇവിടെ വൈകൾ സെയിം ആയിട്ട് കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് മൈനസ് ചെയ്യാം. 9x plus 6y equal to 213. അതേപോലെ തന്നെയോ 8x plus 6y equal to 200. ഒന്നുമില്ല കേട്ടോ, നമ്മളിവിടെ വലിയ നമ്പർ കണ്ടതുകൊണ്ട് അവിടെ ഇവിടെ മൈനസ് ചെയ്തെന്നുള്ളൂ. തിരിച്ച് മൈനസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടാ. അപ്പൊ 9x-ന് 8x പോയ എത്രയാ? x അല്ലെ. അതേപോലെ തന്നെയോ 213-ന് 200 പോയി കഴിഞ്ഞാലോ 13. അപ്പൊ നമുക്ക് x കിട്ടി സിമ്പിൾ ആയിട്ട്. അതായത് സ്ക്വയറിന്റെ സൈഡിന്റെ നീളം x കിട്ടി 13. ഏതെങ്കിലും ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത് സോൾവ് ചെയ്യാം നമുക്കിനി. ഓക്കെ, അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ അല്ലേ കിട്ടിയേക്കണേ. അപ്പൊ 8x plus 6y equal to 200 അല്ലേ. അവിടെ 8 into എക്സിന് പകരം എന്ത് ചെയ്യാ? 13 ഇട്ട് കൊടുക്ക പ്ലസ് 6 into y equal to 200 എന്ന് കിട്ടിയില്ലേ. ഇനി ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാം. 8 into 13 ചെയ്യാ. അപ്പൊ 104 plus 6y equal to 200 കിട്ടി. അവിടെ നിന്ന് 6y equal to 200 മൈനസ് 104 ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടും?
96 കിട്ടും. അവിടെ നിന്ന് 6y ഈക്വൽ ടു, അതായത് ആ 6 നമുക്ക് ഇവിടെ ഇൻറ്റു അല്ലേ, അപ്പത്തേക്ക് നമുക്ക് ഡിവിഷൻ കൊടുക്കാം. അപ്പൊ 96 ഡിവൈഡഡ് ബൈ 6 കൊടുക്കാം. ദിസ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്? 16 കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളുടെ സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ നീളം 13 എന്നും അതേപോലെ തന്നെ ഈക്വലേറ്റർ ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ നീളം എന്ന് പറയുന്നത് എത്ര കിട്ടി? നമ്മളുടെ y എന്ന് പറയുന്നത് 16 കിട്ടി. അപ്പൊ x ഈക്വൽ ടു 13 അതേപോലെ തന്നെ y ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 16. രണ്ട് ഇതിന്റെ നീളം കിട്ടി. ഇനി ഇവിടെ പറഞ്ഞേക്കണത് ഈ റെക്ടാങ്കിളിന്റെ സൈഡ് കണ്ടുപിടിക്കാനല്ല, സോറി, സ്ക്വയറിന്റെ സൈഡ് കണ്ടുപിടിക്കാനല്ല. നമ്മൾ ഈ മുറിച്ച പീസിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ഉണ്ടാക്കിയില്ലേ, ആ പീസ് എത്രയായിരുന്നു? 4x എന്നല്ല ഞാൻ പറഞ്ഞത്, കാരണം 4x ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ട്രയാങ്കിൾ ഉണ്ടാക്കാനോ 4y അല്ലേ. അപ്പൊ ആ 4x ഉം 4y ആണ് നമുക്ക് ആവശ്യം കേട്ടാ. അപ്പൊ 4 ഇൻറ്റു എക്സ് ചെയ്യാ, അതേപോലെ തന്നെ 3 ഇൻറ്റു y ഉം ചെയ്യാം. അപ്പോഴാണ് നമുക്ക് ആവശ്യമുള്ള നീളം, അതായത് എത്ര വെച്ചിട്ടാ മുറിച്ചെന്നുള്ളത്. അപ്പൊ നമുക്ക് 4x എന്ന് പറയുന്നത് എന്ത് കിട്ടാ? 4 ഇൻറ്റു 13 ചെയ്യാം, 52 കിട്ടി. അതേപോലെ തന്നെ 3 ഇൻറ്റു y ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 3 ഇൻറ്റു 16 ചെയ്യാം. അപ്പൊ നമുക്ക് 48 കിട്ടും. അതായത് 100 സെന്റിമീറ്റർ എന്ന് പറയുന്ന ആ വള്ളി, 100 സെന്റിമീറ്റർ നീളമുള്ള ആ വള്ളിനെ 58 സെന്റിമീറ്റർ ആയിട്ടും 48 സെന്റിമീറ്ററും ആയിട്ടാണ് രണ്ട് പീസാക്കി നമ്മൾ മുറിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൽ 52 സെന്റിമീറ്റർ ഉള്ള ആ വള്ളി ഉപയോഗിച്ചിട്ട് നമ്മൾ സ്ക്വയറും 48 സെന്റിമീറ്റർ ഉള്ള വള്ളി ഉപയോഗിച്ചിട്ട് ഈക്വലേറ്റർ ട്രയാങ്കിളും ഉണ്ടാക്കി നമ്മള്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ പറഞ്ഞേക്കണേ? 4 years ago റഹീംസ് ഏജ് വാസ് 3 times the age of രാമു. അപ്പൊ രണ്ടുപേരുണ്ട് അല്ലെ, റഹീമും ഉണ്ട് അതേപോലെ തന്നെ രാമും ഉണ്ട്. ആഫ്റ്റർ 2 years this would become 2 times what are their ages. അപ്പൊ എന്തായാലും രണ്ടുപേരുടെ ഏജ് നമുക്ക് വേണം അല്ലെ. രണ്ടുപേരുടെ ഏജ് നമുക്ക് ഒരാളുടെ ഏജ് രണ്ടെണ്ണം എക്സും വൈയും ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക് രാമു ഉണ്ട് അതേപോലെ തന്നെ റഹീം ഉണ്ട് അല്ലെ. അപ്പോ രാമു ഉണ്ട്, സിമിലർലി റഹീം ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? രാമുവിന്റെ ഏജ് നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. എക്സ് ആയിട്ട് എടുത്തു. റഹീമിന്റെ ഏജ് വൈ ആയിട്ട് എടുത്തു. ഇത് ഇവരുടെ ഇപ്പുറത്തെ ഏജ് ആണ് എക്സും വൈ എന്ന് പറയുന്നത്. ഇത് പ്രസന്റ് ഏജ് ആണ് എക്സും വൈയും. ഇനി നോക്കിയേ എന്താ പറഞ്ഞേക്കണം, ഓരോ വരികൾ വായിക്കട്ടെ നമുക്ക്. 4 years ago എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അർത്ഥം? 4 years മുമ്പ്. എങ്ങനെയാ 4 years മുന്നെന്ന് പറയുമ്പോ എങ്ങനെയാ? രണ്ടുപേർക്കും 4 വയസ്സ് കുറയൂലേ. അപ്പൊ 4 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ ഇയാൾക്ക് വയസ്സ് 4 കുറയുന്നത് പോലെ ഇയാൾക്കും വയസ്സ് 4 കുറയും. ശരിയല്ലേ? നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലേ. 4 വർഷം മുന്നേ എന്ന് പറയുമ്പോ നമ്മളുടെ ഇപ്പോഴത്തെ വയസ്സിൽ നിന്ന് 4 നമ്മൾ മൈനസ് ചെയ്യും. അതേ കൺസെപ്റ്റ് കേട്ടാ. സോറി, ഇവിടെ y ആണ്. y മൈനസ് 4 നമ്മൾ ഇട്ടു. ആ സമയത്ത് എന്താ സംഭവിച്ചേക്കണേ? റഹീംസ് ഏജ് വാസ് 3 times the age of രാമു. രാമുവിന്റെ ഏജിനേക്കാളും 3 times ആണ് റഹീമിന്റെ ഏജ്. അപ്പൊ റഹീമിന്റെ ഏജ് എന്താ? y മൈനസ് 4. റഹീമിന്റെ ഏജ് എന്ന് പറയുന്നത് രാമുവിന്റെ ഏജിന്റെ 3 times ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. എന്താ? 3 ഇൻറ്റു എക്സ് മൈനസ് 4. എന്താ പറഞ്ഞത്? 3 ഇൻറ്റു എക്സ് മൈനസ് 4 ഈസ് ഈക്വൽ ടു y മൈനസ് 4. ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയില്ലേ? ഇനി ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത്, അതായത് 3x മൈനസ് 12 ഈക്വൽ ടു y മൈനസ് 4 കിട്ടി. അവിടെ നിന്ന് 3x മൈനസ് y ഈക്വൽ ടു 12 ഞാൻ അപ്പുറത്ത് കൊടുത്തു. അപ്പൊ 12 മൈനസ് 4, 12 മൈനസ് 4 8. ഒരു ഇക്വേഷൻ കിട്ടിയല്ലോ. 3x മൈനസ് y ഈക്വൽ ടു 8. ഇക്വേഷൻ അവിടെ കിടക്കട്ടെ. അപ്പൊ ഒരു വരി എഴുതി അതിന് ഇക്വേഷൻ ഉണ്ടാക്കിട്ടാ. ഇനി അടുത്ത എന്താ പറഞ്ഞേക്കണേ? ആഫ്റ്റർ 2 years. അപ്പൊ 4 വർഷം മുന്നത്തെ കഴിഞ്ഞു അല്ലെ. ഇനി അടുത്തത് എന്താ പറയണേ? ആഫ്റ്റർ 2 years, അതായത് 2 വർഷം കഴിഞ്ഞിട്ട്. അപ്പൊ ഇപ്പൊ അവർക്ക് എക്സും വൈയും അല്ലെ. 2 വർഷം കഴിയുമ്പോഴോ രണ്ടുപേർക്കും 2 വയസ്സ് വെച്ച് കൂടിയിട്ടുണ്ടാവൂ അല്ലെ. y പ്ലസ് 2, രണ്ടുപേർക്കും 2 വയസ്സ് വെച്ച് കൂടിയുണ്ടാവും. അവരുടെ ഏജിന്റെ പ്രത്യേകത എന്താ? ദിസ് കുഡ് ബി 2 times. എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഈ സംഭവം 2 മടങ്ങായി ഉണ്ടാവും. നേരത്തെ 3 മടങ്ങല്ലായിരുന്നേ. അപ്പൊ റഹീമിന്റെ ഏജ് എന്ന് പറയുന്നത് രാമുവിന്റെ ഏജിന്റെ 2 മടങ്ങാവും. ഇതാണ് ഇപ്പൊ പറഞ്ഞത്. വീണ്ടും നമുക്ക് അടുത്ത ഇക്വേഷൻ ഒരു വക കിട്ടിയില്ല ഇവിടെ. അതെങ്ങനെയാ? 2 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു y പ്ലസ് 2 എന്ന് നമുക്ക് കിട്ടിയില്ലേ. അവിടെ നിന്നോ 2x പ്ലസ് 4 ഈക്വൽ ടു y പ്ലസ് 2 എന്ന് കിട്ടി.
ഇനി 2x മൈനസ് വൈ ഈക്വൽ ടു ഈ 4 അപ്പുറത്ത് പോയി കഴിഞ്ഞാല് 2 മൈനസ് 4 കിട്ടി വിച്ച് ഇസ് ഈക്വൽ ടു -2. രണ്ട് ഇക്വേഷൻ നമ്മളുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ ആ രണ്ട് ഇക്വേഷൻ വെച്ച് നമുക്ക് സോൾവ് ചെയ്യാലോ. അതെന്തൊക്കെയാ? 3x മൈനസ് വൈ ഈക്വൽ ടു 8 ഉണ്ട്. അതേപോലെ തന്നെ 2x മൈനസ് വൈ ഈക്വൽ ടു -2 ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനെ മൈനസ് ചെയ്യാലോ. അപ്പൊ 2x-ന്ന് 3x-ന്ന് 2x പോയി കഴിഞ്ഞാൽ x കിട്ടി. മൈനസ് വൈ മൈനസ് മൈനസ് വൈ, അപ്പൊ അത് നമുക്ക് 0 കിട്ടി. അതേപോലെ 8 മൈനസ് മൈനസ് 2, 8 പ്ലസ് 2 10. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടി നമുക്ക് 10 അല്ലെ. നീ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. ഏത് ഇക്വേഷനിൽ നമുക്ക് ഇട്ട് കൊടുക്കാം? 3x ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം അല്ലെ. 3x മൈനസ് വൈ ഈക്വൽ ടു 8 ഉണ്ടായിരുന്നു. അതിൽ എക്സിന് പകരം 10 കൊടുക്കുക. 3 into 10 മൈനസ് വൈ ഈക്വൽ ടു 8. 3 into 10 എത്രയാ? 30. 30 മൈനസ് വൈ ഈക്വൽ ടു 8 എന്നും അതേപോലെ തന്നെ 30 മൈനസ് 8 ഈക്വൽ ടു വൈ എന്ന് കിട്ടി. 30 മൈനസ് 8 എത്രയാ? 22. അപ്പൊ 2 വിരൽ ഇപ്പോഴത്തെ ഏജ് നമുക്ക് കിട്ടി. എന്തൊക്കെയാ ഇപ്പോഴത്തെ ഏജ് എന്ന് പറയുന്നത്? എക്സ് എന്ന് പറയുന്നത് രാമുവിന്റെ ഏജ് 10 ആയിട്ടും അതേപോലെ തന്നെ നമ്മളുടെ റഹീമിന്റെ ഏജ് വൈ ആയിരുന്നു അല്ലെ. ദാറ്റ് വൈ എന്ന് പറയുന്നത് 22 കിട്ടി. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഉള്ള കൺസെപ്റ്റ് പ്രകാരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.